പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഷുവർ ഷോർട്ട് ഏരിയ ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ 100% ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പൊ എല്ലാവരും ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചുകൊണ്ട് പോവുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഹായ് എവ്രി വൺ, വെൽക്കം ടു നിഷ എജു ഹബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് വർക്ക്, സെക്കൻഡ് വൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, തേർഡ് വൺ ഡിസിപ്ലിൻ, ഫോർത്ത് വൺ യൂണിറ്റി ഓഫ് കമാൻഡ്, fifth one unity of direction, sixth one subordination of individual interest, seventh one remuneration, eighth one centralization, ninth one scalar chain, 10th one order, 11 equity, 12th stability of tenure, 13 initiative and 14 esprit de corps. ഇതിൽ ആദ്യത്തെ 7 പ്രിൻസിപ്പിൾസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യും. അടുത്ത 7 പ്രിൻസിപ്പിൾസ് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. എല്ലാം കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഹെവി വീഡിയോ ആയിട്ടോ ലോങ് വീഡിയോസ് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത്. പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. നോക്കിയേ, ഒന്നാമത്തെ ഡിവിഷൻ ഓഫ് വർക്ക്. ആ പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, വർക്കുകളെ ഡിവൈഡ് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരിക്കും. ആ ടാസ്കുകളെ എല്ലാം തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്പെഷ്യലിസ്റ്റുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ വർക്ക് ചെയ്യാനായിട്ട് ഓരോ സ്പെഷ്യലിസ്റ്റുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ബിൽഡ് എക്സ്പെർട്ടൈസ് അല്ലെ. കൃത്യമായ ടാസ്കുകളെ അത് ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക്, സ്പെഷ്യലിസ്റ്റുകൾക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ബിൽഡ് എക്സ്പെർട്ടൈസ്, ആ ഒരു മേഖലയിൽ എക്സ്പേർട്ടുകളാകാം, മാസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വർക്കുകളെ ഡിവൈഡ് ചെയ്യുക, ആ വർക്കുകളെ അത് ചെയ്യാനായിട്ട് ഏറ്റവും യോഗ്യരായിട്ടുള്ളവരെ ഏൽപ്പിക്കുക. ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. സെക്കൻഡ് വൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതോറിറ്റി എപ്പോഴും ആർക്കായിരിക്കും വരുന്നത്? ടോപ്പ് ലെവലിലായിരിക്കും വരുന്നത്, അതായത് മാനേജേഴ്സിന്. അപ്പം മാനേജേഴ്സിന് ഈ വർക്ക് ചെയ്യുന്നവരോട് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. മാനേജേഴ്സ് മസ്റ്റ് ഹാവ് ദ അതോറിറ്റി to give orders that are also held responsible for the corresponding duties. അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസിൽ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കണം. അപ്പൊ അതോറിറ്റിയോടൊപ്പം തന്നെ എപ്പോഴും ലിങ്ക് ചെയ്ത് പറയുന്ന ഒരു വേർഡാണ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അങ്ങനെയാണ് എപ്പോഴും പറയുന്നത്. മാനേജേഴ്സ് മസ്റ്റ് ഹാവ് ദ അതോറിറ്റി ടു ഗീവ് ഓർഡേഴ്സ് ദാറ്റ് ആർ ഓൾസോ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ കറസ്പോണ്ടിങ് ഡ്യൂട്ടീസ്. ചെയ്യേണ്ട ജോലിയോട് ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കണം. ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി, ദേ മസ്റ്റ് ഹാവ് ദ അതോറിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് രണ്ടും ഒരുമിച്ച് എപ്പോഴും ലിങ്ക് ചെയ്ത് വരുന്ന രണ്ട് വാക്കുകളാണ്. മൂന്നാമത്തത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അച്ചടക്കം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അച്ചടക്കം. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആ ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്ന റൂൾസ്, പ്രിൻസിപ്പൽ, ഗൈഡ് ലൈൻസ്, എഗ്രിമെന്റ്സ് ഇതൊക്കെ തന്നെ റെസ്പെക്ട് ചെയ്ത് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, വർക്കേഴ്സ് മസ്റ്റ് റെസ്പെക്ട് ദ ഓർഗനൈസേഷണൽ റൂൾസ് ആൻഡ് എഗ്രിമെന്റ്സ്. അതാണ് ഡിസിപ്ലിൻ. ഇനി യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ്, കമാൻഡ് ചെയ്യാന്ന് പറയുമ്പോഴേ നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇൻസ്ട്രക്ഷൻസ് കിട്ടുക അല്ലെ. ഇൻസ്ട്രക്ഷൻസ്, അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുക. അതാണ് ഓരോ വർക്കേഴ്സിനും ഒരു ഡയറക്റ്റ് സൂപ്പർവൈസർ, ഓൺലി വൺ ഡയറക്റ്റ് സൂപ്പർവൈസർ എന്നുള്ള രീതിയിലാണ്. ഇപ്പം പല പല സൈഡുകളിൽ നിന്ന് പല പല സൂപ്പർവൈസേഴ്സിൽ നിന്ന് വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കിട്ടുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റിംഗ് ഡയറക്റ്റീവ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്കർ ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ ഡയറക്റ്റ് സൂപ്പർവൈസറിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ഐക്യമാണ് എന്നുള്ളൊരു വേർഡാണ്. So each worker should receive instructions from only one direct supervisor to avoid conflicting directives. അടുത്ത എന്താണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അതും എന്താണ്? ഡയറക്ഷൻ. ടീംസ് വർക്കിംഗ് ടുവേർഡ് ദ സെയിം ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഗൈഡഡ് ബൈ എ സിംഗിൾ പ്ലാൻ ആൻഡ് മാനേജർ. അതായത് ഒരേ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആണ് അല്ലെങ്കിൽ ടീംസ് ആണ്. ദാറ്റ് ഷുഡ് ബി ഗൈഡഡ് ബൈ സിംഗിൾ പ്ലാൻ ആൻഡ് മാനേജർ. അവർക്ക് ഒരൊറ്റ സിംഗിൾ പ്ലാനും മാനേജറും ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി ഒരു സിംഗിൾ പ്ലാൻ
അല്ലെങ്കിൽ ഒരൊറ്റ മാനേജർ. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പ്ലാനുകളോ ഒരുപാട് മാനേജേഴ്സോ ഒന്നുമില്ല. ഒരേ ഒബ്ജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ടീംസിനെ ഗൈഡ് ചെയ്യാനായിട്ട് ബൈ ഒരു സിംഗിൾ പ്ലാൻ. ദേ ഷുഡ് ബി ഗൈഡഡ് ബൈ എ സിംഗിൾ പ്ലാൻ ആൻഡ് മാനേജർ. സിക്സ്ത് വൺ എന്താണ്? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷണൽ ഗോൾസിന് ആണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവിടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. അതാണ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. പേഴ്സണൽ ഇൻട്രസ്റ്റുകൾക്ക് അവിടെ സ്ഥാനമില്ല, അതായത് പ്രയോറിറ്റി ഇല്ല. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷണൽ ഗോൾസ് ആണ് പേഴ്സണൽ ഇൻട്രസ്റ്റിന് മുകളിൽ ഒരു അതോറിറ്റി എടുക്കുന്നത്. അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കൊന്നും അവിടെ പ്രാധാന്യമില്ല. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷണൽ ഗോൾസ് ആയിരിക്കും അവിടെ മുൻപന്തിയിൽ ഉണ്ടാവേണ്ടത്. അതിനാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇനി റെമുനറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എംപ്ലോയി കോമ്പൻസേഷൻ. എംപ്ലോയി കോമ്പൻസേഷൻ എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി ഫെയർ. ഉചിതമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആയിരിക്കണം. അതുപോലെ പ്രൊവൈഡ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു ബോത്ത് ദ എംപ്ലോയി ആൻഡ് ദ ഓർഗനൈസേഷൻ. എംപ്ലോയീസിനും ഒരു തൃപ്തി ഉണ്ടാവണം, ഓർഗനൈസേഷനും ഒരു തൃപ്തി ഉണ്ടാവണം. അപ്പൊ രണ്ടുപേർക്കും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ ആയിരിക്കണം എംപ്ലോയീസിന് കൊടുക്കേണ്ടത്. അതാണ് റെമുനറേഷൻ. അടുത്ത 7 പ്രിൻസിപ്പിൾസ് നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇത് പഠിച്ചു വെച്ചോണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇതിൽ കുറഞ്ഞ് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അതുകൊണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.